റോഡ് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിനാൽ ഇടുക്കി തൂക്കുപാലം സ്വദേശികൾ നിത്യേന നിരവധി ചെറുപാലങ്ങൾ കടക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ. ഈ റോഡ് നിർമ്മാണവും ഇരുവശങ്ങളിലുള്ള ഓട നിർമ്മാണവും ഒക്കെ അനന്തമായി നീളുകയാണ്. അതുകൊണ്ട് തന്നെ ഓരോ വ്യാപാര സ്ഥാപനത്തിന് മുന്നിലും ചെറു പാലങ്ങൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. തൂക്കുപാലം നിവാസികൾ ദിവസേന നിരവധി ചെറുപാലങ്ങളാണ് കടക്കുന്നത്. കമ്പംമേട്ട് രാമക്കൽമേട് വണ്ണപ്പുറം റോഡിന്റെ ഭാഗമായി തൂക്കുപാലം ടൗണിലെ 1 കിലോമീറ്ററിലധികം വരുന്ന റോഡ് നിർമ്മാണം കഴിഞ്ഞ ഓണക്കാലത്ത് ആരംഭിച്ചതാണ്. വർഷം ഒന്ന് കഴിയുമ്പോഴും ടൗണിലെ റോഡ് ഓട നിർമ്മാണങ്ങൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. ആഴ്ചകൾ കൊണ്ട് തീരേണ്ട ജോലികളാണ് മാസങ്ങളായിട്ടും എങ്ങും എത്താതെ കിടക്കുന്നത്. കടകളിലേക്ക് ആളുകൾക്കെത്താൻ ബുദ്ധിമുട്ടായതോടെ മേഖലയിലെ വ്യാപാരത്തിലും ഗണ്യമായ കുറവുണ്ടായി. വാടകയ്ക്കും അതുപോലെ ബ്ലേഡ് പലിശയ്ക്കുമൊക്കെ എടുത്ത് കച്ചവടം നടത്തുന്ന വ്യാപാരികളാണ് തൂക്കുപാലത്ത് കൂടുതലുള്ളത്. പല സ്ഥാപനങ്ങളും നിന്നുപോകുന്ന അവസ്ഥയിലോട്ടാണ്. പാർക്കിംഗ് സൗകര്യം പൂർണ്ണമായും ഇല്ലാതായതിനാൽ പല കച്ചവട സ്ഥാപനങ്ങളും അടച്ചുപോയ സ്ഥിതിയുണ്ടെന്നും ഇവർ പറയുന്നു. ഒരു വ്യാപാര സ്ഥാപനങ്ങളിലും വ്യാപാരമില്ല. ഒരു വണ്ടിയുമായി ഒരാൾ വന്ന് ഒരു കടകളിൽ കയറണമെങ്കിൽ ഇവിടെ നിന്നും ഒറ്റ കടകളിൽ പോലും കയറാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പം ഇതിന് അടിയന്തരമായി ഒരു പരിഹാരം കാണണം എന്നാണ് ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. മുൻപ് മെച്ചപ്പെട്ട വീതി ഉണ്ടായിരുന്ന റോഡിന് പുതിയ നിർമ്മാണത്തോടെ വീതി കുറഞ്ഞെന്നാണ് നാട്ടുകാരുടെ ആരോപണം. വളരെ ചുരുങ്ങിയ ജോലിക്കാർ മാത്രമാണ് നിലവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഉള്ളത്. ചുമട്ടുതൊഴിലാളികൾ ചുമടുമായി നൂൽപ്പാലം വഴി സാഹസികമായാണ് പോകുന്നത്. ഓരോ കട ഇത് തൂക്കുപാലത്തിന്റെ പേര് അനർത്ഥമാക്കുന്ന വിധം ഓരോ കടകളിലേക്കും പാലമിട്ടായി ഇപ്പം കയറാവുന്ന അവസ്ഥ. ശക്തമായ മഴയിൽ വെള്ളം കുത്തിയൊലിച്ച് വ്യാപാര സ്ഥാപനങ്ങൾക്കുള്ളിൽ കയറുന്നുവെന്ന പരാതിയുമുണ്ട്. മുൻപ് കമ്പംമേട്ട് രാമക്കൽമേട് വണ്ണപ്പുറം റോഡ് നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്ന് കാട്ടി നാട്ടുകാർ രംഗത്ത് വന്നിരുന്നു. തമിഴ്നാട് അതിർത്തി മേഖലയിലെ പ്രധാന ടൗണായ തൂക്കുപാലത്തോടുള്ള അവഗണന എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ആവശ്യം. ന്യൂസ് മലയാളം, ഇടുക്കി.